പലപ്പോഴും പല ആൾക്കാരുടെ മനസ്സിലും വരുന്നൊരു ചിന്തയാണ് എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്കൊന്നിനും കഴിവില്ല, ഞാൻ ചെയ്യുന്നതൊന്നും 100% പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള തോന്നലുകൾ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു തോന്നൽ കൂടിക്കൂടി വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ആത്മവിശ്വാസം വളരെ കുറയും. ഞാനൊരു പരാജയമാണ് എന്നുള്ള തോന്നലുകൾ മനസ്സിൽ ഉറയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മനസ്സിലുണ്ടാകുന്ന ഈ ഒരു ചിന്തകളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആകെത്തുകയാണ് അപകർഷതാബോധം അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വിഷയം. എന്താണ് അപകർഷതാബോധം അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺസ് എന്താണ്, നമുക്ക് എങ്ങനെ ഇത് മാറ്റിയെടുക്കാം എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപകർഷതാബോധം അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഞാൻ മറ്റുള്ള ആൾക്കാരേക്കാൾ താഴ്ന്നവനാണെന്നോ മോശക്കാരനാണെന്നോ അല്ലെങ്കിൽ കഴിവില്ലാത്തവനാണെന്നോ അപര്യാപ്തനാണെന്നോ ഉള്ള ഒരു മനോഭാവമാണ് അല്ലെങ്കിൽ ഒരു ചിന്തയാണ്. പക്ഷേ ഇതിങ്ങനെ എപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെയേറെ ഇത് ദൃഢമാവുമ്പോൾ ആത്മവിശ്വാസം കുറയും, അല്ലെങ്കിൽ വളരെയധികം ആശയക്കുഴപ്പങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ആ ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. നമ്മൾ പറയുമ്പോൾ അപകർഷതാബോധം എന്ന് പറഞ്ഞു കളയുമ്പോൾ അത് വെറും നിസ്സാരമെന്ന് തോന്നുമെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു ചിന്തകൾ എന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ വന്ന് നിറയുമ്പോൾ, അതായത് മനസ്സിൽ എപ്പോഴും ഞാൻ പോരാ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ ഞാൻ വളരെ താഴെയാണ് എന്നുള്ള ചിന്തകൾ മനസ്സിൽ ഉറയ്ക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നീട് അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആത്മവിശ്വാസത്തിൻ്റെ കുറവ് ഉൾപ്പെടെ ഒരുപാട് പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് നേരിടേണ്ടി വരും എന്നുള്ളതാണ് ആ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു അപകർഷതാബോധത്തിൻ്റെ മെയിൻ റീസൺസ് എന്നുള്ളത് നോക്കുമ്പോൾ അതിൽ ആദ്യമായി നമ്മൾ പറയേണ്ടത് ബാല്യകാല അനുഭവങ്ങളാണ്. അതായത് മാതാപിതാക്കളുടെയോ അധ്യാപകരുടെയോ ഭാഗത്തു നിന്നുള്ള പരിഹാസം, മറ്റു കുട്ടികളുമായോ സഹോദരങ്ങളുമായോ ഉള്ള കമ്പാരിസൺ, അതായത് താരതമ്യപ്പെടുത്തലുകൾ, പിന്നെ കുട്ടിക്കാലത്ത് വളരെ കഠിനമായ ശിക്ഷകൾ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട്, അതല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ആ ഒരു സ്നേഹം വാത്സല്യം ഇതിൻ്റെയൊക്കെ ഒരു അഭാവം, ഇനി സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ ഇടയിൽ നിന്നും കേൾക്കേണ്ടി വരുന്ന പരിഹാസം, അല്ലെങ്കിൽ ഭാവിയോടുള്ള വളരെ ഒരു അപഹാസ്യപരമായ ഒരു സമീപനം, അതായത് അത് വെറും നിസ്സാരമാണ് എന്നുള്ള രീതിയിൽ, പിന്നെ ചെയ്യുന്നതൊന്നും ശരിയാകുന്നില്ല എന്നുള്ള തോന്നൽ. ഇനി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അയാളുടെ ഒരു ബോഡി ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ശരീരമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എൻ്റെ ഉയരം അല്ലെങ്കിൽ തടി, നിറം, ശബ്ദം, ഇതിലൊന്നും ഒരു ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥ, ആത്മവിശ്വാസക്കുറവ്, അല്ലെങ്കിൽ ഞാൻ സുന്ദരനല്ല അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ല എന്നുള്ള തോന്നൽ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ഇങ്ങനെയുള്ള പാരൻസ് ആണെങ്കിൽ ആ ഒരു കുട്ടികൾക്കും ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകർഷതാബോധം പകർന്നു കിട്ടാം. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഒരു അപകർഷതാബോധത്തിലേക്ക് ആളുകൾ പോകുന്നത് എപ്പോഴും പ്രണയബന്ധങ്ങൾ പരാജയപ്പെടുമ്പോഴും ഈ ഒരു ചിന്തയ്ക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അവരുടെ ആത്മവിശ്വാസം കുറയുന്നു, അല്ലെങ്കിൽ അവർക്ക് എല്ലാവരെയും ഫേസ് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാനും കൈകാര്യം ചെയ്യാനും ഒന്നുമുള്ള ഒരു കഴിവില്ലാതാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അപകർഷതാബോധം ഉള്ള ആൾക്കാരുടെ ലക്ഷണങ്ങൾ എന്ന് നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ വളരെയധികം ആത്മവിശ്വാസക്കുറവുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ്. പിന്നെ സൗഹൃദങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അകന്നു മാറി നിൽക്കുക, തന്നെ കൊണ്ട് ഒന്നും കഴിയില്ല അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല എന്നുള്ള തോന്നലുകൾ, അമിതമായ ഉത്കണ്ഠ, എനിക്ക് സൗന്ദര്യമില്ല അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാതിരിക്കുന്ന ഒരു സ്വഭാവം, പിന്നെ എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ള തോന്നലുകൾ, ഇനി പ്രശംസകൾ അംഗീകരിക്കാനുള്ള വൈമുഖ്യം, മറ്റുള്ള ആൾക്കാരെ വളരെയധികം സന്തോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു കാര്യം ഉണ്ടാവുമ്പോൾ ഇവർക്ക് മനസ്സിൽ ഒരു ദുഃഖം തോന്നുക, അല്ലെങ്കിൽ ആരിലും വിശ്വാസമില്ലാതെ വരിക, ഒരു കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും 100% പെർഫെക്റ്റ് ആയില്ലെങ്കിൽ താൻ ഒരു പരാജയമാണ് എന്നുള്ള ചിന്തകൾ. അപ്പോൾ പിടിവാശി, എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു പിടിവാശി, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആൾക്കാരുടെ ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഇനി
പലപ്പോഴും ഇത്തരക്കാർക്ക് അല്ലെങ്കിൽ അവരെക്കാൾ വളരെ സൗന്ദര്യമോ അല്ലെങ്കിൽ വളരെ നല്ല ജോലിയോ നല്ല ജീവിത സാഹചര്യങ്ങളോ ഉള്ള ആൾക്കാരെ കാണുമ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു അപകർഷതാബോധം തോന്നുന്നത്. അത് ചിലപ്പോൾ അവരുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം, അതല്ലെങ്കിൽ കൊളീഗ്സ് ആയിരിക്കാം. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ ഈ ഒരു ചിന്ത മനസ്സിൽ വളരെയധികം ശക്തിപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു തോന്നൽ ശക്തമാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ അവർക്കില്ലാത്തതും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളതുമായ എന്തെങ്കിലും ഒരു കഴിവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളും അവരെക്കാൾ അല്ലെങ്കിൽ അവരെ പോലെ നിങ്ങൾക്കും കഴിവ് ഉണ്ട് എന്നുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങളിൽ വരും എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളുടെ പേരിൽ ഒരിക്കലും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക. ഇപ്പോൾ എൻ്റെ സ്ട്രെങ്തും എൻ്റെ വീക്ക്നെസ്സും ഇതൊക്കെയാണ് എന്നുള്ള ഒരു സെൽഫ് അവെയർനെസ് സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ പോസിറ്റീവ് തോട്ട്സ് ശീലമാക്കുക. ഒരുപാട് നെഗറ്റീവ്സ് മനസ്സിൽ വരുമ്പോൾ എന്തെങ്കിലും മോട്ടിവേഷണൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുകയോ എന്തെങ്കിലും, അല്ലെങ്കിൽ അതുപോലുള്ള പോസിറ്റീവായിട്ട് നിങ്ങളെ വളരെയധികം ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സുഹൃത്തുക്കളെ വിളിച്ച് സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എപ്പോഴും നമ്മളെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല എന്നുള്ളത്. അതായത് ഒരു വ്യക്തികളും 100% പെർഫെക്റ്റ് അല്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവർക്കും ഒരുപാട് കുറവുകളുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി അല്ലെങ്കിൽ ആ ഒരു സത്യം ഒരിക്കലും മറക്കാതിരിക്കുക എന്നുള്ളത്. ഇനി നമ്മൾ സ്വയം ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചെയ്യുന്ന തെറ്റുകളൊക്കെ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. ആ ഒരു മനോഭാവം കൊണ്ടുവരിക. വിമർശനങ്ങളെ വളരെയധികം പോസിറ്റീവായിട്ട് നേരിടാൻ നമ്മൾ പഠിക്കുക. കാരണം ഇത്തരക്കാർക്ക് വിമർശനങ്ങളെ ഒട്ടും നേരിടാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് വിമർശനങ്ങൾ അല്ലെങ്കിൽ ക്രിറ്റിസിസം പറയുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷേ പലപ്പോഴും ക്രിറ്റിസിസം പറയുന്നവരുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക. നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് മറ്റൊരാൾ നമ്മളെ അത് ചൂണ്ടിക്കാണിച്ച് തരുന്നത്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കിട്ടുന്നൊരു അവസരമാണ്. അത് നമുക്ക് എങ്ങനെ മാറ്റാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൽ നിന്ന് അതെങ്ങനെ മാറ്റി വയ്ക്കാം നോക്കാം എന്നുള്ളത് അതിൽ നിന്നും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റുള്ളവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആരെയും നമ്മൾ അന്ധമായി അനുകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ മറ്റുള്ളവരെ അനുകരിക്കുന്ന രീതിയിലുള്ളൊരു പേഴ്സണാലിറ്റി ആയി നിങ്ങൾക്ക് മാറുക എന്നുള്ളതാണ്. ആരും മറ്റുള്ളവരെക്കാൾ വലിയവരോ ചെറിയവരോ അല്ല, അല്ലെങ്കിൽ അങ്ങനെ അല്ല. ഓരോ വ്യക്തികളും യുണീക്കാണ്. ഓരോരുത്തർക്കും അവരുടേതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരിക്കലും മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ അവരുടെ പറച്ചിലുകളിൽ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് മുമ്പിൽ തളർന്നു പോകാതിരിക്കുക. എനിക്ക് മാത്രമല്ല, ലോകത്ത് എല്ലാവർക്കും കുറവുകളുണ്ട്. ആ കുറവുകളെ അതിജീവിച്ച് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് സക്സസ്സിലോട്ട് എത്താൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും അത് നീ ചെയ്താൽ ശരിയാവില്ല എന്ന് പറയുന്നവരോട് ചിരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ശരിയാവില്ല, ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ എന്ന് വളരെ ഒരു ചിരിയോടുകൂടി മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നേറുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിവില്ല എന്ന് മറ്റുള്ളവർ പറയുന്നത്, അത് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. ഓരോ ദിവസവും കുറച്ച് സമയമെങ്കിലും, ഒരു 5 മിനിറ്റെങ്കിലും നമ്മുടെ മനസ്സിനെ വളരെയധികം സൈലൻ്റ് ആക്കി വയ്ക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തന്നെ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ഒരു മൈൻഡ് ഒന്ന് മനസ്സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ ഒന്ന് ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു രീതിയിലും നിങ്ങൾക്കിനി നിങ്ങളുടെ ഈ ഒരു ചിന്തകൾ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിർബന്ധമായും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ, ഒരു കൗൺസിലറിൻ്റെ, അതല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടുക എന്നുള്ളതാണ്. കാരണം നമുക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് അതിനുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പലരും പറയുന്നത്. എനിക്കങ്ങനെ ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ കണ്ട് ഒരു കൗൺസിലിങ്ങിന് പോകേണ്ട കാര്യമില്ല, കൗൺസിലിങ്ങിന് പോകുന്ന എന്തോ മോശം കാര്യമായിട്ടാണ് പലരും ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും ഇതൊരു അസുഖമാണെന്നോ അല്ലെങ്കിൽ അസുഖത്തിൻ്റെ ഭാഗമാണെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ഒരു രീതിയിലും നമുക്ക് ഈ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് തോട്ട്സ് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ പലപ്പോഴും നമ്മൾ ഇതുപോലെ ഒരു തെറാപ്പിസ്റ്റിനെ കാണുമ്പോൾ അവർക്ക് വളരെ 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 ഈസി ആയിട്ട് നമ്മുടെ ഈ ഒരു പ്രോബ്ലം പരിഹരിച്ചു തരാൻ പറ്റും.
നമ്മളെ സഹായിക്കാൻ പറ്റും എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക. അത് അസുഖമായതുകൊണ്ടല്ല, അല്ലെങ്കിൽ അസുഖത്തിൻ്റെ ഭാഗമായതുകൊണ്ടല്ല. നമുക്ക് എപ്പോഴും ഒരു കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സ് വളരെ കാം ആൻഡ് കൂളായിരിക്കണം, അല്ലെങ്കിൽ നല്ല ക്വയറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല എങ്കിൽ അപ്പോഴൊക്കെ ഈ ഒരു കാര്യം ചിന്തിക്കുക. നമ്മുടെ ഫ്രണ്ട്സിനോ, നമ്മളെ മനസ്സ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കോ റിലേറ്റീവ്സിനോ, അല്ലെങ്കിൽ അവരാരുമില്ലെങ്കിൽ ഇതുപോലൊരു തെറാപ്പിസ്റ്റിനോ, നമ്മളെ കേൾക്കാൻ കഴിയുന്നവർക്ക്, ഇതുപോലെ നന്നായിട്ട് നമ്മളെ കേൾക്കുന്ന ഒരാളിന് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് വളരെയധികം നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നമ്മുടെ മനസ്സിനെ വളരെ ഒരു സമാധാനത്തിലെത്തിക്കാൻ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മറക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ അപകർഷതാബോധം അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നുള്ളൊരു കാര്യം നമ്മുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കി വളരെ ഈസി ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും സമയം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ നിങ്ങളുടെ കമൻസ് അറിയിക്കുക. എന്നെ നിങ്ങൾ ഇന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത്. പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.